അപ്പോൾ നമ്മൾ ഇതുവരെ സെക്യുലർ ട്രെൻഡ് മെഷർ ചെയ്യുന്ന മെത്തേഡ്സാണ് പറഞ്ഞത്. ഇനി നമുക്കുള്ളത് സീസണൽ വേരിയേഷൻസിൻ്റെ മെഷർമെൻ്റ് ആണ്. അപ്പോൾ സീസണൽ വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ സീസൺസിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെയും പറയും ഒരു ഇയറിലുള്ള വേരിയേഷൻസ് അങ്ങനെയും പറയും. കാരണം ഒരു ഇയറിലാണല്ലോ ഓരോ സീസൺസ് വരിക. അപ്പോൾ അടുത്ത ഇയർ ആകുമ്പോൾ ആ സീസണിനെ മാറി മാറി വരും. അപ്പോൾ ഓരോ ഇയറിലുള്ള വേരിയേഷൻസിന് നമ്മൾ എന്ത് പറയും? സീസണൽ വേരിയേഷൻസ് എന്ന് പറയും. അപ്പോൾ ഈ സീസണൽ വേരിയേഷൻസിൻ്റെ മെഷർമെൻറ്റിന് 4 മെത്തേഡുകളാണ് ഇവിടെ പറയുന്നത്. മെത്തേഡ് ഓഫ് സിമ്പിൾ ആവറേജസ്, റേഷ്യോ ടു മൂവിങ് ആവറേജ് മെത്തേഡ്, റേഷ്യോ ടു ട്രെൻഡ് മെത്തേഡ്, ലിങ്ക് റിലേറ്റീവ് മെത്തേഡ്. പക്ഷേ ഇതിൽ നമ്മൾ പഠിക്കുന്നത് മെത്തേഡ് ഓഫ് സിമ്പിൾ ആവറേജസും റേഷ്യോ ടു ട്രെൻഡ് മെത്തേഡുമാണ്. പിന്നെ മെത്തേഡ് ഓഫ് സിമ്പിൾ ആവറേജസ് കുറച്ചും കൂടി സിമ്പിളാണ്. റേഷ്യോ ടു ട്രെൻഡ് മെത്തേഡ് കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഓഫ് സിമ്പിൾ ആവറേജസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫോർ ഡിറ്റർമൈനിങ് ദ സീസണൽ വേരിയേഷൻസ് സീസണൽ ഡാറ്റ ആർ നെസസറി. ദ സ്റ്റെപ്സ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് സീസണൽ ഇൻഡിസസ് ആർ ദ ഫോളോയിങ്. അപ്പോൾ ഓരോ സീസണൽ ഇൻഡിസസ് ആണ് നമ്മൾ സീസണൽ ഇൻഡെക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് സീസൺസ് തന്നിട്ടുണ്ടാവും, ഡാറ്റ തന്നിട്ടുണ്ടാവും. ഓരോ വർഷം ഓരോ സീസണിലുള്ള ഒരു ഡാറ്റൻ്റെ ഓരോ സീസണിലുള്ള മാറ്റം ഓരോ പോയിന്റുകളാക്കി നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദ ഡാറ്റ ആർ അറേഞ്ച്ഡ് സീസൺ വൈസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ടൈം അനുസരിച്ചിട്ട് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റത്തെ ഓരോ സീസൺ അനുസരിച്ച് ഡാറ്റ, പിന്നെ അടുത്ത ഇയർ, അങ്ങനെ നമ്മൾ ആദ്യം ഡാറ്റ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് സാധാരണ അറേഞ്ച് ചെയ്ത ഓർഡറിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക. പിന്നെ ദ ടോട്ടൽ ഓഫ് ദ വാല്യൂസ് ഓഫ് ഈച്ച് സീസൺ ഈസ് ഫൗണ്ട്. ഓരോ സീസണിൻ്റെയും ടോട്ടൽ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈച്ച് ടോട്ടലിനും ആവറേജ് സീസൺ ഈസ് ഫൗണ്ട്. അപ്പോൾ ഓരോ സീസണിനും ടോട്ടൽ കണ്ടിട്ട് അതിൻ്റെ ആവറേജുകൾ കണ്ടുപിടിക്കുക. പിന്നെ സീസണൽ ആവറേജസ് ആർ ടോട്ടൽഡ്. ഇങ്ങോട്ട് അങ്ങനെ കിട്ടിയ ആവറേജസ് വീണ്ടും ടോട്ടൽ ചെയ്തിട്ട് നമ്പർ ഓഫ് സീസൺ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഗ്രാൻഡ് ആവറേജ് കണ്ടുപിടിക്കുക. പിന്നെ സീസണൽ ഇൻഡെക്സ് അതെങ്ങനെ കണ്ടുപിടിക്കുക? ഓരോ ഡിഫറെൻറ്റ് സീസൺസിനും ഡിഫറെൻറ്റ് സീസണൽ ഇൻഡെക്സ് ആയിരിക്കും. ആ സീസണൽ ഇൻഡെക്സ് കണ്ടുപിടിക്കാം. സീസണൽ ആവറേജ് ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ആവറേജ് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും. പിന്നെ ടോട്ടൽ ഓഫ് ദ സീസണൽ ഇൻഡെക്സസ് എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു നമ്പർ ഓഫ് സീസൺസ്. അത് സീസണൽ ഇൻഡെക്സിൻ്റെ ഒക്കെ കൂടി എല്ലാം ടോട്ടൽ എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു നമ്പർ ഓഫ് സീസൺസ് ആയിരിക്കും. നമ്മൾ ഈ സീസണൽ ഇൻഡെക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. കാൽക്കുലേറ്റ് സീസണൽ വേരിയേഷൻ ഇൻഡിസസ് ഫ്രം ദ ഡാറ്റ ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് സീസണൽ വേരിയേഷൻ ഇൻഡിസസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡാറ്റ തന്നിട്ട് എങ്ങനെയാണ് ഓരോ ഇയറിൽ ഓരോ സീസണിലുള്ള, അതായത് ഓരോ ക്വാർട്ടറിലുള്ള വാല്യൂസ്, ഒരു ഡാറ്റൻ്റെ വാല്യൂസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 2005 3.7, 4.1, 3.1, 3.5, അപ്പോൾ 2006, 2007, 2008 അങ്ങനെ ഓരോ വർഷങ്ങളിലുള്ള ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അതേപോലെ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി എഴുതിയെടുക്കുക. നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഈ ഡാറ്റ തന്നതൊക്കെ അതുപോലെ എഴുതിയെടുക്കുക. എന്നാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഓരോ സീസൺ, ഇപ്പോൾ ഇവിടെ ക്വാർട്ടറാണ് സീസൺ ഉദ്ദേശിക്കുന്നത്, ഇവിടുത്തെ ക്വാർട്ടറുകൾ ഓരോ ക്വാർട്ടറിലുള്ള സമ്മ് കാണുക. അപ്പോൾ ഈ എല്ലാതും ആഡ് ചെയ്താൽ നമുക്ക് 14.7 അതാണ് ഈ ടോട്ടൽ എഴുതിക്കുന്നത്. പിന്നെ അടുത്ത രണ്ടാമത്തെ ക്വാർട്ടറിലുള്ള ടോട്ടൽ കണ്ടു, അത് 16.5 കിട്ടി. മൂന്നാമത്തെ ക്വാർട്ടറിലുള്ളത് 14, ഫോർത്ത് ക്വാർട്ടറിലുള്ളത് 14.2. അപ്പോൾ നമ്മൾ ഓരോ സീസണിൻ്റെയും ടോട്ടൽ കണ്ടുപിടിച്ചു. ഇനി ഓരോ സീസണിൻ്റെയും ആവറേജ്, സീസണൽ ആവറേജ് അതെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇവിടുത്തെ ഈ സീസണിൽ 14.7 ആണ് ടോട്ടൽ. എത്ര എണ്ണം ഉണ്ട് വാല്യൂസ്? 1, 2, 3, 4 ഉണ്ട്. അപ്പോൾ 14.7/4 ആണ്. അത് 3.675. അതായത് ഓരോ സീസണിൻ്റെയും ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ സീസണത്തെ എല്ലാ വാല്യൂസും ആഡ് ചെയ്തിട്ട് എത്ര നമ്പർ ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ആദ്യം കണ്ടു, അതിനെ 4, ഇവിടെ എണ്ണം 1, 2, 3, 4 ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 3.675 എന്ന് കിട്ടി. അതാണ് സീസണൽ ആവറേജ്. അങ്ങനെ ഓരോ സീസണിലും കണ്ടുപിടിച്ചിട്ട് സീസണൽ ആവറേജ് കണ്ടുപിടിക്കാം. ഇനി സീസണൽ വേരിയേഷൻ ഇൻഡെക്സ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് എഴുതാൻ പാടില്ല, ഇത് നമ്മൾ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാൻഡ് ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ സീസണിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചില്ലേ, ആ ആവറേജുകളുടെ ആവറേജ് കണ്ടുപിടിക്കുക. അതാണ് ഗ്രാൻഡ് ആവറേജ്. അപ്പോൾ ആ ആവറേജുകളുടെ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതെല്ലാം കൂട്ടിയിട്ട് അപ്പോൾ ഈ സീസണത്തെ എല്ലാ വാല്യൂസും ആഡ് ചെയ്യും. ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ
ഇതും 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 ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 എണ്ണം ഉണ്ട്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ഗ്രാൻഡ് ആവറേജ്. അതായത് ഈ ആവറേജുകളുടെ വീണ്ടും ആവറേജ് എടുക്കുന്നത്, അതിനാണ് ഗ്രാൻഡ് ആവറേജ് എന്ന് പറയുക. അപ്പോൾ അത് നമുക്ക് 3.7125 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി സീസണൽ വേരിയേഷൻ ഇൻഡെക്സ്, ഓരോ സീസണിൻ്റെയും കറസ്പോണ്ടിങ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? അതിനാണ് നമ്മൾ ഫോർമുല പറഞ്ഞത്. സീസണൽ ഇവിടെ നമ്മൾ സീസണിന് പകരം ക്വാർട്ടർലി ആവറേജ് എടുക്കുന്നു. അപ്പോൾ സീസണും ക്വാർട്ടറും ഇവിടെ ഒന്നാണ്. അപ്പോൾ ക്വാർട്ടർലി ആവറേജ് ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ആവറേജ് ഇൻറ്റു 100. ആ ഫോർമുല നമ്മൾ പറഞ്ഞു. അപ്പോൾ ക്വാർട്ടർലി ആവറേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടർ എടുക്കുക, അതിൻ്റെ ആവറേജ് 3.675 ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ആവറേജ് 3.7125 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ സീസണൽ വേരിയേഷൻ ഇൻഡെക്സ് എന്ത് കിട്ടും? 98.98 എന്ന് കിട്ടും. ഇനി അടുത്ത് അതുപോലെ ഓരോ സീസണിൻ്റെയും കണ്ടുപിടിക്കുക. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൻ്റെ നമുക്ക് എന്ത് കിട്ടും? അതുപോലെ അതിൻ്റെ സീസണൽ ആവറേജ് ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ആവറേജ് ഇൻറ്റു 100. ഇവിടെയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് ഈ സീസണൽ ഇൻഡെക്സുകൾ എഴുതുന്നത്. അതാണ് ഈ ലാസ്റ്റ് കോളത്തിൽ, ഓരോ സീസണിൻ്റെ ഇൻഡെക്സ് കിട്ടിയതാണ് ഈ ലാസ്റ്റ് കോളത്തിൽ എഴുതുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ കോളത്തിലാക്കി എഴുതണമെന്നില്ല, ഇങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതിയാൽ മതി. ഇതുവരെ ഉള്ളത് കോളത്തിൽ ചെയ്യാം, എളുപ്പം അങ്ങനെയല്ലേ, കോളത്തിൽ അങ്ങനെ ചെയ്തു പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് സീസണൽ വേരിയേഷൻ്റെ മെഷർ ഓഫ് ആവറേജസ്, മെത്തേഡ് ഓഫ് സിമ്പിൾ ആവറേജസിലൂടെയുള്ള മെത്തേഡ് പറയുന്നത്. ഇനി അടുത്തത്, അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ഒന്ന് വായിച്ച് നോക്കണം. ഇനി അടുത്ത് റേഷ്യോ ടു ട്രെൻഡ് മെത്തേഡ്. റേഷ്യോ ടു ട്രെൻഡ് മെത്തേഡിൽ കുറച്ച് സ്റ്റെപ്സ് ചെയ്യാനുണ്ട്, അത് അത്ര ഈസി അല്ല. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് പറയാം. ആദ്യം ഫോർ ഈച്ച് ഇയർ ആവറേജ് വാല്യൂസ് പെർ സീസൺ ഈസ് കമ്പ്യൂട്ടഡ്. അപ്പോൾ ഇവിടെ നമ്മൾ പെർ സീസണാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ പെർ സീസണിൽ ആവറേജ് വാല്യൂസ് കണ്ടുപിടിക്കുക. നോക്കാം എങ്ങനെ പറയാം. പിന്നെ ബേസ്ഡ് ഓൺ ദീസ് ആവറേജസ് ട്രെൻഡ് വാല്യൂസ് ഓഫ് ഡിഫറെൻറ്റ് ഇയേഴ്സ് ആർ ഒബ്റ്റൈൻഡ്. അപ്പോൾ ബേസ്ഡ് ഓൺ ദീസ് ആവറേജസ് ട്രെൻഡ് വാല്യൂസ് ഓഫ് ഡിഫറെൻറ്റ് ഇയേഴ്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ നമ്മൾ ട്രെൻഡ് വാല്യൂസ് കണ്ടുപിടിക്കണം. നമ്മൾ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് വെച്ചിട്ട് സ്ട്രേറ്റ് ലൈൻ ട്രെൻഡ് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നില്ലേ സെക്കുലർ ട്രെൻഡ് മെത്തേഡിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിവിടെ ചെയ്യണം. ആസ് ഡിസ്കസ്ഡ് ഏർലിയർ, ദോസ് ട്രെൻഡ്സ് കറസ്പോണ്ട് ടു ദ മിഡ് പീരിയഡ്സ് ഓഫ് ദ റെസ്പെക്റ്റീവ് ഇയേഴ്സ്. അത് മിഡ് പീരിയഡ്സിനാണ് എന്ത് കറസ്പോണ്ട് ചെയ്യുക. അത് നമുക്ക് പറയാം. നമുക്കത് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മെത്തേഡ് പറയുന്നതിനേക്കാളും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടി ക്ലിയർ ആവുള്ളൂ. എന്നാലും ഒക്കെ ഒന്ന് പറഞ്ഞു വെച്ചിട്ട് പറയാം. ഇനി റേഷ്യോ ടു ട്രെൻഡ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ഈച്ച് സീസൺ യൂസിങ് ദ ഫോർമുല ഗിവൺ ബൈ ഒറിജിനൽ വാല്യൂ ഡിവൈഡഡ് ബൈ ട്രെൻഡ് ഇൻറ്റു 100. They are tabulated season wise in chronological order. The total and average for each season are obtained. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കണ്ടുപിടിക്കണം. അത് ഈക്വൽ ടു 100 ബൈ ആവറേജ് ഓഫ് ദി സീസണൽ ആവറേജ് ഈസ് കാൽക്കുലേറ്റഡ്. ഓൺ മൾട്ടിപ്ലൈയിങ് ഈച്ച് സീസണൽ ആവറേജ് ബൈ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ ദ സീസണൽ ഇൻഡിസസ് ഓഫ് ഡിഫറെൻറ്റ് സീസൺസ് ആർ ഒബ്റ്റൈൻഡ്. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സീസണൽ വേരിയേഷൻസ് ബൈ ദ റേഷ്യോ ടു ട്രെൻഡ് മെത്തേഡ് ഫ്രം ദ ഗിവൺ ഡാറ്റ ബിലോ. അപ്പോൾ നമുക്ക് ഇയറും നമുക്ക് നേരത്തെ തന്ന പോലെ തന്നെയാണ് ഇവിടെയും ഡാറ്റ തന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, നേരത്തെ നമ്മൾ താഴത്തേക്കാണ് ആവറേജ് കണ്ടുപിടിച്ചിരുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെയല്ല ആവറേജ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ, അതായത് പെർ ക്വാർട്ടറാണ്, പെർ ഒരു എന്താ പറയുക, ഓരോ ഇയറിലും ആവറേജ് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇയറിൽ ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഇയറിൽ എല്ലാ ക്വാർട്ടറും ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഓരോ ഇയറിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആവറേജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ 2012 ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടുള്ള ടോട്ടൽ കണ്ടുപിടിക്കുക. 2012 എല്ലാ വാല്യൂസും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ കണ്ടു, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അത് ആ ഇയറിലെ ഒരു ആവറേജ്, ആ ഇയറിലെ ആവറേജ് കിട്ടി, ഇയറിലെ ഒരു ആവറേജ് വാല്യൂ കിട്ടി. അങ്ങനെ ഓരോ ഇയറിലെയും ആവറേജ് കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ വൈ കൊടുക്കുക. ഈ ഇയറാണ് എക്സ്, ഇത് വൈ കൊടുക്കുക. കാരണം ഈ എക്സും വൈ എന്തിനാ വെച്ചാൽ നമുക്ക് ട്രെൻഡ് കണ്ടുപിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ട്രെൻഡിൽ എന്താ, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എക്സിന് പകരം എന്തെടുക്കലുണ്ട്, നമ്മൾ ഇയറൊക്കെ ആയതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ അതിൽ സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് a+bx. അപ്പോൾ അതിൽ a കാണണമെങ്കിൽ സമ്മേഷൻ y/n വേണം, b കാണണമെങ്കിൽ സമ്മേഷൻ xy/ സമ്മേഷൻ x² വേണം. അപ്പോൾ അതിൽ ഈ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും,
വലിയ വില ഇയറിന് വലിയ വാല്യൂസ്, അപ്പോൾ എക്സ് സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ എടുക്കുക, നമ്മൾ അതിന് 0, ഇതിവിടെ ഓഡ് നമ്പർ ആയതുകൊണ്ട് മിഡിൽ വാല്യൂവിന് 0 കൊടുക്കും. പിന്നെ -1 -2 മുകളിലേക്ക് പോകും, 1 2 താഴത്തേക്ക് വരും. അങ്ങനെ കൊടുക്കാമല്ലോ സമ്മേഷൻ എക്സ് ഈക്വൽ 0 ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തു. അങ്ങനെ കൊടുത്തതാണ് ഇപ്പോൾ ഈ എക്സ് -2014 എഴുതിയിരിക്കുന്നത്. അതാണ് ഈ കോളത്തിൽ എക്സ് വാല്യൂസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എക്സ് ഇൻറ്റു വൈ, അപ്പോൾ ഇവിടെ ഇതിന് ക്യാപിറ്റൽ എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ സ്മോൾ എക്സും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ കണ്ടുപിടിക്കുക. അപ്പോൾ എക്സ് ഇൻറ്റു വൈ കാണുമ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. പിന്നെ ഇത് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, എക്സ് സ്ക്വയർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം പറയുക, നിങ്ങൾ ഞാൻ നോട്ട് സെൻഡ് ചെയ്യുമ്പോൾ വീഡിയോ കണ്ടിട്ട് നോട്ട് എഴുതണം. കാരണം എന്താ വെച്ചാൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുള്ളതൊക്കെ ഞാൻ വീഡിയോയിലാണ് പറയുന്നുണ്ടാവുക. അപ്പോൾ അത് നോട്ടിൽ ചിലപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ ആണ്. എന്തായാലും എനിവേ ഇത് എക്സ് സ്ക്വയർ ആണ്. അങ്ങനെ എക്സിൻ്റെ സ്ക്വയേഴ്സ് കണ്ടു. ഇനി ട്രെൻഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി നമുക്ക് ട്രെൻഡ് ഓഫ് മിഡ് പീരിയഡ്, അതായത് എ എന്ന് പറയുന്നത് മിഡ് പീരിയഡ്, ഇവിടെ മിഡ് പീരിയഡ് എന്ന് പറഞ്ഞാൽ 2014 ആണ്. അതിൻ്റെ ട്രെൻഡായിരിക്കും എ എന്ന് വരുന്നത്. കാരണം നോക്കിയേ ഇവിടെ ഇത്ര നോക്കുക. അപ്പോൾ എൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡിൽ എ എന്ന് പറയുന്നത് സമ്മേഷൻ y/n ആണ്. അത് 58 എന്ന് കിട്ടും. 58 അല്ല കേട്ടോ, 58.6 ഉണ്ട്. അതവിടെ വിട്ടുപോയതാണ്. ഇവിടെ കണ്ടില്ലേ 58.6 ആണ്. 58.6 ആണ്. പിന്നെ ഇവിടെ എന്താവും, എ എന്ന് കിട്ടി. ബി എന്ന് പറയുന്നത് സമ്മേഷൻ xy/ സമ്മേഷൻ x സ്ക്വയർ. ഇവിടെ ക്യാപിറ്റൽ എക്സ് സ്ക്വയർ ആണ് കേട്ടോ, സ്മോൾ എക്സ് അല്ല, ക്യാപിറ്റൽ എക്സ് ആണ്. ക്യാപിറ്റൽ എക്സ് സ്ക്വയർ ആണ്, അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ എഴുതിയ പിന്നെ കൺഫ്യൂഷൻ ആവശ്യം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ക്യാപിറ്റൽ എക്സ് സ്ക്വയർ ആണ്. പിന്നെ സമ്മേഷൻ xy എന്ന് പറയുന്നത് 39.5 ഡിവൈഡഡ് ബൈ സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരിക, 4 4 8 3 9 10, അത് 10 എന്ന് വരും. അപ്പോൾ ഇവിടെ എഴുതിയാൽ മതി, അത് 10. സമ്മേഷൻ എക്സ് സ്ക്വയർ 10 ആണ്. അപ്പോൾ നമുക്ക് 3.95 എന്ന് കിട്ടും. ഇനി അപ്പോൾ ഇക്വേഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈൻ ട്രെൻഡ് എന്തായിരിക്കും, a+bx എന്നാവും. അപ്പോൾ എ കൊടുക്കുക, ബി കൊടുക്കുക. അപ്പോൾ a+bx ആണ്. അപ്പോൾ എക്സിന് പകരം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് x = x - 2014 ആണ്. അങ്ങനെ കൊടുക്കണമെന്നൊന്നുമില്ല, എക്സ് തന്നെ കൊടുത്താൽ മതി, ഈ വാല്യൂസ് കൊടുത്താലും മതി, രണ്ടും ഒന്ന് തന്നെ കിട്ടുക. അപ്പോൾ ഇനി ഇവിടെ നോക്കുക, നമുക്ക് ഈ മിഡിൽ പോയിന്റ്, അതായത് 2014 ഇയർ കൊടുക്കുമ്പോൾ ഈ എക്സിന് പകരം 2014 കൊടുത്താൽ 2014 - 2040, അപ്പോൾ 0 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര, ഈ വാല്യൂ എത്ര കിട്ടുക, 58.6 എന്ന് വരും. അത് ശരിക്കും ഇവിടെ എൻ്റെ വാല്യൂ, കാരണം ഇവിടെ എ അല്ലേ, a+bx എന്നല്ലേ. അപ്പോൾ മിഡ് പീരിയഡ് എന്ന് പറയുന്നത് 2014, അതിന് കറസ്പോണ്ടിങ് വാല്യൂ ആണ് 58.6. അത് തന്നെയാണ് എന്തും എയും. അതുകൊണ്ടാണ് ട്രെൻഡ് ഓഫ് മിഡ് പീരിയഡ് എന്ന് എനിക്ക് എഴുതിയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്താണ്, ഇത് ആനുവൽ ഗ്രോത്ത് ഓഫ് ട്രെൻഡാണ് ബി എന്ന് പറയുന്നത്. കാരണം നമ്മളിവിടെ സമ്മേഷൻ XY, എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ ഇയറും അല്ലേ, ഓരോ ഇയറിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ്. പിന്നെ ആ ഇയറിനുള്ള ആവറേജാണ് എന്ത്, വൈ. അപ്പോൾ ഓരോ ഇയറിൽ ചെയ്തിട്ട് അതിന് സമ്മേഷൻ എക്സ് സ്ക്വയർ ഉണ്ട്, അതായത് എന്താ പറയുക, സമ്മേഷൻ എക്സ് സ്ക്വയർ കൊണ്ടാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതായത് സമ്മേഷൻ XY ഡിവൈഡഡ് ബൈ സമ്മേഷൻ എക്സ് സ്ക്വയർ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ബി വരുന്നത് അല്ലേ. ബീൻ്റെ ഇക്വേഷൻ അതല്ലേ, സമ്മേഷൻ XY ബൈ സമ്മേഷൻ എക്സ് സ്ക്വയർ. അപ്പോൾ ഈ സമ്മേഷൻ XY എന്ന് പറയുന്നത് ഓരോ വർഷത്തെയും ഇൻറ്റു അതിൻ്റെ ആവറേജ് ഡിവൈഡഡ് ബൈ ആ വർഷത്തിൻ്റെ, അതായത് ആ വർഷത്തിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മോണാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ബി എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഇങ്ങനെ പറയാം, അതായത് ആ ട്രെൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് അല്ലേ ബി എന്ന് പറയുന്നത്, a+bx സ്ലോപ്പാണ് ബി. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് ആനുവൽ ഗ്രോത്ത് ഓഫ് ട്രെൻഡാണ് കിട്ടുക. ഒരു ആനുവൽ ഗ്രോത്ത്, ഒരു വർഷത്തിലുള്ള ഗ്രോത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ബി എന്ന് പറയുന്ന വാല്യൂ, അതായത് 3.95. അപ്പോൾ അതിന് നമുക്ക് ആനുവൽ ഗ്രോത്ത് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡിൽ എ എന്ന് പറയുന്നത് മിഡ് പീരിയഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കും, ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ആനുവൽ ഗ്രോത്ത് ഓഫ് ട്രെൻഡ് ആയിരിക്കും. ഇനി ദ ഇക്വേഷൻ ഓഫ് ട്രെൻഡ് ലൈൻ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഓരോ വർഷത്തിലും ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എക്സിന് ഇവിടെ ഓരോ ഇയർ കൊടുക്കുമ്പോഴും നമുക്ക് ട്രെൻഡ് കിട്ടും. ആ ട്രെൻഡാണ് ഈ കോളത്തിൽ എഴുതിയിട്ടുള്ളത്. ഇനി എന്താ വെച്ചാൽ ഇതിപ്പോൾ ആനുവൽ ഗ്രോത്ത് ഓഫ് ട്രെൻഡ് അല്ലേ. അപ്പോൾ അതിൻ്റെ സീസണൽ ഗ്രോത്ത് ഓഫ് ട്രെൻഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആനുവൽ ഗ്രോത്തിൻ്റെ
ആനുവൽ ഗ്രോത്ത് ആണ് ഒരു വർഷത്തിലുള്ള ഗ്രോത്താണ് ട്രെൻഡിൻ്റെ. അപ്പോൾ സീസണൽ ഗ്രോത്ത് പറഞ്ഞാൽ ഓരോ സീസണിലുള്ളത്. അപ്പോൾ ഇവിടെ 4 സീസൺസ് 4 ക്വാർട്ടേഴ്സ് അല്ലേ പറയുന്നത്. അപ്പോൾ ആനുവൽ ഗ്രോത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെയും മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 39.5 അല്ല, ആനുവൽ ഗ്രോത്ത് 3.95 അല്ലേ. അപ്പോൾ 3.95 ആണ് ഇവിടെ. 3.95 ഡിവൈഡഡ് ബൈ 4 ആണ്, അതാണ് 0.99 വരുന്നത്. അപ്പം ആനുവൽ ഗ്രോത്തിനെ, അപ്പോൾ നമ്മുടെ ബി ആണ് എന്ത് വരിക, ആനുവൽ ഗ്രോത്ത് വരിക. ഈ ആനുവൽ ഗ്രോത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക്, കാരണം 4 സീസൺസ് ആണുള്ളത്, 4 ക്വാർട്ടേഴ്സ് ആണുള്ളത്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സീസണൽ ഗ്രോത്ത് കിട്ടും. അപ്പോൾ അപ്പോൾ ഓരോ സീസണിലുള്ള ഗ്രോത്തും നമുക്ക് എന്ത് കിട്ടും, ഇത് കിട്ടും. ഇനി ഹാഫ് സീസണൽ ഗ്രോത്ത് കിട്ടണമെങ്കിൽ, അതായത് പകുതി സീസണിലുള്ള ഗ്രോത്ത് കിട്ടണമെങ്കിൽ ആ സീസണിൻ്റെ വീണ്ടും പകുതിയാക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ ഇതിനൊന്നും കൂടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വീണ്ടും അതിൻ്റെ പകുതി കിട്ടും. ഇനി ദ ട്രെൻഡ് വാല്യൂസ് ഓഫ് ഈച്ച് സീസൺസ് ആർ കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. അതായത് ഓരോ സീസണിലെയും ട്രെൻഡ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഓരോ ഇതിപ്പോൾ നമ്മൾ ഓരോ വർഷത്തിനുള്ള ട്രെൻഡ് വാല്യൂസ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി ട്രെൻഡ് വാല്യൂസ് ഓഫ് ഈച്ച് സീസൺസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ സീസൺസിനുള്ള ട്രെൻഡ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫോർ ദ ഇയർ 2012 എടുക്കുക. 2012 ഇയർ എടുത്തു. ദ ട്രെൻഡ് വാല്യൂ ഈസ് 50 പോയിൻറ്റ്. അപ്പോൾ ആ ഇയറിന് കറസ്പോണ്ടിങ് ട്രെൻഡ് വാല്യൂ 50.7 ആണ്. വിച്ച് കറസ്പോണ്ട്സ് ടു ദ മിഡ് പീരിയഡ് ഓഫ് 2012 എന്നാട്ടോ. സോ ദ സീസണൽ ട്രെൻഡ് ഓഫ്, അതായത് അത് മിഡ് പീരിയഡിനാണ് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവുക. ഈ 2012 എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ പറയാം. അതായത് ഇപ്പോൾ അവിടെ നമുക്ക് 2012 എത്ര ക്വാർട്ടേഴ്സ് വരുന്നുണ്ട്, 1 2 3 4 ക്വാർട്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ അവിടുത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് 50.70. അപ്പോൾ നമ്മളിവിടെ ഈ തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സീസണൽ ട്രെൻഡ് കണ്ടുപിടിക്കുന്നത്, അതായത് ഓരോ വർഷത്തിലെ ട്രെൻഡ് കണ്ടുപിടിക്കുന്നതും അതിൻ്റെ മിഡ് പീരിയഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടിരിക്കും ആ ഇയേഴ്സിൻ്റെ. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ കിട്ടിയ ട്രെൻഡില്ലേ, അതായത് ഈ ഇയറിന് കറസ്പോണ്ടിങ് ആയി ട്രെൻഡ് 50.70, അത് ഈ 2012 ഏകദേശം മിഡിൽ. ഇപ്പോൾ അവിടെ 4 ക്വാർട്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് മിഡിൽ എന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 4 ക്വാർട്ടറിൻ്റെയും ആ വർഷത്തിൻ്റെ ഇടയിലെ ആയിരിക്കും അതിന് വാല്യൂ വരുന്നത്, ഈ 50.70 വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 4 ക്വാർട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ്, ഫോർത്ത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിന് ഈ മിഡിലാണ് എന്ത് കിടക്കുക, ഇപ്പോൾ ഈ 15.7 കിടക്കുക. അപ്പോൾ നമുക്കതിൽ ഇതിപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇവിടെ ഈ ഒരു മിഡിൽ ഇവിടെയാണ് നമുക്ക് കിടക്കുക പോയിന്റ്. ഒരു മിനിറ്റ്. അപ്പോൾ ഇങ്ങനെ കിടക്കുക. അതായത് ഇതിപ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ, ഇത് സെക്കൻഡ് ക്വാർട്ടർ, തേർഡ്, ഫോർത്ത്. അപ്പോൾ ഇവിടെ ഈ മിഡിലാണ് നമ്മൾ എന്ത് കിടക്കുക, ഈ 15. അതായത് നമ്മൾ ആ വർഷത്തിന് കറസ്പോണ്ട് നമ്മൾ ട്രെൻഡ് ലൈനിൽ കൊടുക്കുന്നതിന് കിട്ടുന്നത് ഈ മിഡിലാണ്. അപ്പോൾ ഇനി നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ 2 വാല്യൂസ് കണ്ടുപിടിച്ചിട്ടില്ല. അതായത് സീസണൽ ഗ്രോത്ത് കണ്ടുപിടിച്ചു, അത് 0.99 ആൻഡ് ഹാഫ് സീസണൽ ഗ്രോത്ത് പറയുന്നത് 0.49 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, അതായത് നമുക്ക് ഈ ഇപ്പോൾ ക്വാർട്ടർ 2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇവിടെയാണ് നമ്മളെ 15 പോയിൻ്റ് നിൽക്കുന്നത്, ഈ പോയിന്റിൽ. ഇപ്പോൾ ക്വാർട്ടർ 2 കണ്ടുപിടിക്കാൻ പറ്റി ഒരു ഹാഫ് സീസണൽ പോയിന്റ് കുറക്കുക. അതായത് 50 പോയിന്റ്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ക്വാർട്ടർ 2 കണ്ടുപിടിക്കാനുള്ളതിന് 50.70 0.49 കുറക്കുക. അപ്പോൾ ഇവിടെ ഹാഫ് സീസൺ കുറച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് എത്തണമെങ്കിൽ, ഇപ്പോൾ 1ലേക്ക് എത്തണമെങ്കിൽ ഒരു സീസൺ മൊത്തം കുറക്കണം അല്ലേ. ഇവിടെ ഫുൾ സീസൺ കുറച്ചാലല്ലേ, ഈ ഒരു സെക്കൻഡ് സീസൺ ഫുള്ള് കുറക്കണം, എന്നാലേ നമ്മൾ 1ലേക്ക് എത്തുള്ളൂ. 2ലേക്ക് എത്തണമെങ്കിൽ ഇവിടെ കുറച്ചാൽ 2ൻ്റെ ഏകദേശം മിഡിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് 1ലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു സീസൺ മൊത്തം കുറക്കണം. അപ്പോൾ സീസണൽ വേരിയേഷൻ എന്ത് ചെയ്യുന്നു, 0.99 ചെയ്യുന്നു. അപ്പോൾ ഈ 15 പോയിൻ്റ്, അതായത് ഇവിടെ കിട്ടിയത്, അപ്പോൾ ഇവിടുത്തെ ആവറേജ് ഇവിടെ ഇപ്പോൾ 15.2 അല്ലേ കിട്ടിയത്, ഇതിൻ്റെ മിഡിലായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത്. ഈ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ മിഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത്രയും, അതായത് ഈ മിഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സീസണിൻ്റെ പ്രശ്നം വരുന്നില്ലേ, അപ്പോൾ അത്രയും കുറക്കണം. അപ്പോൾ ആ സീസൺ വരുന്നത് 0. അപ്പോൾ സീസണിന് വരുന്നത്, കാരണം ഇവിടുന്ന് നമുക്ക് ഏകദേശം ഈ 2ാമത്തെ ക്വാർട്ടറിൻ്റെ മിഡിലേക്ക് എത്തിയാൽ മതിയെന്നു.
അപ്പോൾ ഇവിടെ ഒരു ഹാഫ് സീസണേ വരുന്നുള്ളൂ, ഇവിടം തൊട്ടിട്ട് ഇവിടം വരെയല്ല, അപ്പോൾ ഒരു ഹാഫ് സീസണേ വരുന്നുള്ളൂ. അപ്പോൾ അത് ഹാഫ് സീസൺ കുറച്ചു. ഇനി ഇവിടേക്ക് എത്തണമെങ്കിൽ ഈ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ മിഡിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ ശരിക്കും കുറച്ചും കൂടി ഒരു നീളമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിഡിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ഹാഫ് സീസണിലാണ് നിൽക്കുന്നത്, ഈ ഹാഫ് സീസണും ഇവിടുത്തെ ഒരു ഹാഫ് സീസണും വരും. അപ്പോൾ ഒരു മൊത്തം ഒരു ഫുൾ സീസൺ വരും. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ ഇപ്പോൾ 15.2 ആണ് കിട്ടിയത്, അതിൽ നിന്ന് 0.99 ആ ഫുൾ സീസൺ കുറക്കുക. അപ്പോൾ 49.2 വന്നിട്ട് ഇനി ഇപ്പുറത്തേക്ക് പോവുക. ഇപ്പുറത്തേക്ക് ഇവിടെ 3ൽ കിട്ടണമെങ്കിൽ ഹാഫ് സീസൺ കൂട്ടുക വേണ്ടത്. അപ്പോൾ 15.70 കൂടി ഒരു ഹാഫ് സീസൺ കൂട്ടി. ഇനി ഇപ്പുറത്തേക്ക് കിട്ടണമെങ്കിൽ നമ്മളൊരു ഫുൾ സീസൺ ഇതിന്ന് ഫുൾ സീസൺ കൂട്ടണം. അപ്പോൾ 51.19 കൂടി ഒരു ഫുൾ സീസൺ കൂട്ടിയാൽ 52.18 കിട്ടും. ഇതിപ്പോൾ ഓരോ ക്വാർട്ടറിനുള്ള ട്രെൻഡ് വാല്യൂസാണ്, ഓരോ ക്വാർട്ടറിനുള്ള. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത് 2012 കിട്ടിയിട്ടുള്ളൂ. ഇനി അങ്ങനെ 2013 എടുക്കണം. അപ്പോൾ 2013 ട്രെൻഡ് എന്താണ്? 54.65 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്വാർട്ടർ 1 കാണണമെങ്കിൽ 54.65 മൈനസ് 0.49 കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ആ കിട്ടിയ കൂടി മൈനസ് 0.99 കണ്ടുപിടിച്ചാൽ അടുത്ത് കിട്ടും. ഇതുപോലെ ചെയ്യുക. ഇവിടെ നമ്മൾക്ക് 50.70 ഉള്ളത് അവിടെ 54 ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ വേരിയേഷൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരു വർഷത്തിനുള്ളതാണ്, ട്രെൻഡുകളാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ വർഷത്തിനും ഇതുപോലെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോളം കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇനി നമ്മൾ അടുത്ത ഫോർമുല, അതായത് റേഷ്യോ ടു ട്രെൻഡ് വാല്യൂസ് ആർ കമ്പ്യൂട്ടഡ് ഫോർ ഈച്ച് സീസൺ. അപ്പോൾ റേഷ്യോ ടു ട്രെൻഡ് വാല്യൂസ്, അതായത് ട്രെൻഡ് വാല്യൂസിനോടുള്ള റേഷ്യോ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒറിജിനൽ വാല്യൂ, ഇപ്പോൾ നമുക്ക് ഈ ഒരു കോളം ഉണ്ട്, നമ്മൾ തന്നിട്ടുള്ള ഈ കോളം ഉണ്ട് അല്ലേ, ഇത് ക്വസ്റ്റ്യനിലുള്ള കോളാണ്. പിന്നെ നമ്മളിപ്പോൾ പുതുതായി കണ്ടുപിടിച്ച കോളമുണ്ട്. അപ്പോൾ ഇവിടെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 2012 ഫസ്റ്റ് ക്വാർട്ടറിലെ ഈ പോയിൻ്റ് ഇവിടുത്തെ ഒറിജിനൽ വാല്യൂ. ഇനി അടുത്തത് നമുക്ക് ഈ കോളത്തിൽ ഈ വാല്യൂ ആണ് നമ്മളെ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒറിജിനൽ വാല്യൂ ഡിവൈഡഡ് ബൈ ഈ ട്രെൻഡ് ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അടുത്ത ഒരു കോളം കിട്ടും. അപ്പോൾ ഈ ഫസ്റ്റ് വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടിയത്? ഇവിടെ ഫസ്റ്റ് വാല്യൂ എന്തായിരുന്നു? 39. പിന്നെ ഇവിടെ ഫസ്റ്റ് വാല്യൂ 49.21. അപ്പോൾ 39/49.21 ഇൻറ്റു 100 അങ്ങനെയാണ് 79.25 എന്ന് കിട്ടുക. അങ്ങനെ ഓരോ വാല്യൂസും അതുപോലെ ഒറിജിനൽ വാല്യൂ നമ്മൾ തന്ന ടേബിളിൽ നിന്ന് നോക്കുക, ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത് എഴുതുക, ഇൻറ്റു 100 ചെയ്യുക. അങ്ങനെ ഓരോ കോളത്തിന് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു കോളം കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ ടോട്ടൽ കാണുക. ഈ കോളത്തിൻ്റെ, അതായത് ഇവിടെ ഓരോന്നിൻ്റെ, ഇത് നമ്മളിനി സീസൺ മറ്റിടത്തും ചെയ്ത പോലെ ഓരോ സീസണിലും ടോട്ടൽ കാണുക. ഈ സീസണിൽ ടോട്ടൽ കാണുക, ഈ സീസണിൽ കാണുക, ഈ സീസണിൽ കാണുക. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓരോ സീസണിൻ്റെയും ടോട്ടൽ കണ്ടു. ഇനി ഓരോ സീസണിൻ്റെയും ആവറേജ് കാണുക. അപ്പോൾ ഇവിടെ ടോട്ടൽ 419.90 ആണ്. എത്ര ഇയർ ഉണ്ട്? 5 ഇയർ ഉണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം ഓരോ സീസണിലെയും ആവറേജ് കാണാൻ അറിയുമ്പോൾ മൊത്തം കണ്ടിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ കണ്ട ആവറേജാണ് ഈ എഴുതിയിട്ടുള്ളത്, ഓരോ സീസണിൻ്റെയും ആവറേജ്. ഇനി സീസണൽ ഇൻഡെക്സ്, ഓരോ സീസണിൻ്റെ ഇൻഡെക്സ് അതിപ്പോൾ എഴുതാനായിട്ടില്ല. അത് നമുക്ക് അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കണ്ടുപിടിക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്വേഷന്? 100 ഇൻറ്റു ആവറേജ് ഓഫ് ദി സീസണൽ ആവറേജസ് ഈസ് കാൽക്കുലേറ്റഡ്. അതായത് സീസണൽ ആവറേജിൻ്റെ ആവറേജ് എടുക്കണം. അപ്പോൾ ഇവിടെ അതിൽ ഈ സീസണൽ ഈ ആവറേജുകളുടെ ഒക്കെ ആവറേജ് കണ്ടുപിടിക്കുക. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ, ശരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറിനുള്ള ഫോർമുല എന്ത് ചെയ്യുന്നു? 100 ഡിവൈഡഡ് ബൈ ആവറേജ് ഓഫ് ദി സീസണൽ ആവറേജസ് ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ ആവറേജ് കണ്ടു. സീസണൽ ആവറേജിൻ്റെ ആവറേജ് പറഞ്ഞാൽ ഇപ്പോൾ ഈ 4 പോയിൻറ്റ്സ് ആണ് ഓരോ സീസണിൻ്റെ ആവറേജ്. ഇതിൻ്റെ നമ്മൾ നേരത്തെ കണ്ടുപോലെ ഇതിൻ്റെ ഗ്രാൻഡ് ആവറേജ് എന്ന് പറഞ്ഞില്ല, അതുപോലെ ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ടോട്ടലായിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഇവിടെ ഒരു എന്ത് കൂടിയുണ്ട്? /4 കൂടിയുണ്ട്. അതായത് ഇപ്പോൾ അതിൻ്റെ ഈ 4 വാല്യൂസിൻ്റെയും ടോട്ടൽ മാത്രമാണ് 397.50 എന്ന് വരുന്നത്. അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ഈ എഴുതിയിട്ടുള്ളത്. എന്നിട്ട് അതിനെ 100 ആ നമ്പറാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വരും. ഈ വാല്യൂ അല്ല കിട്ടുക, 1.0063 സംതിങ്, അങ്ങനെ ഒരു വലിയ വാല്യൂ ആണ്. ഒരു വലിയ അല്ല, ഒരു ഡിജിറ്റ് കൂടുതലുള്ള, ഡെസിമൽ പ്ലേസസ് കൂടുതലുള്ള ഒരു വാല്യൂ. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു വാല്യൂ കിട്ടി. അപ്പോൾ ഈ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ വരുന്നത് 1.660063 ആണ്. ഇനി നമ്മൾ ഓരോ സീസണിൻ്റെ ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ആ സീസണിൻ്റെ ആവറേജ് കൊണ്ട് ഈ
അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടുത്തെ ആവറേജ് പറയുമ്പോൾ 83.98 അല്ലേ, അതേ ഇൻറ്റു ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സീസണിൻ്റെ ഇൻഡെക്സ് കിട്ടും, അതായത് 84.51. അങ്ങനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 44.70. അങ്ങനെ ഓരോന്നിനും മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് സീസണൽ ഇൻഡെക്സുകൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറേ ടേബിളൊക്കെ ആയിട്ട് വരണം. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. വീഡിയോ നേരെ കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഇനി ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒന്ന് വായിച്ച് നോക്കണേ. ഓക്കെ, താങ്ക് യു.